Good morning, everyone. Prayer. Heavenly Father, thank you for this new day and for the chance to learn. Please bless our teachers, classmates, all when who guide us. Help us focus, listen well, and do our best in everything today. Give us patience, understanding, and a kind heart towards others. May we bring your honor in all we do. Amen. Sign in. Good morning, everyone. I am warmly welcome you all to today's online class. Let us begin this session with a positive mind and enthusiasm to learn. Welcome, ma'am, and all my dear friends. Thank you. Good morning, everyone. Thought of the day. Let this new year help us become better student and better human being. Thank you, ma'am. Thank you all. Thank you all. Good morning. Good morning, ma'am. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് അല്ലേ എല്ലാവരുടെയും? അന്ന് ഞാൻ ചോദിച്ചപ്പോ വർക്ക്സും കംപ്ലീറ്റ് ആയിരുന്നല്ലോ എല്ലാവരുടെയും അല്ലേ? ഓക്കെ ഓക്കെ, സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ സൈക്കിളിൽ വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ്. ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് സെൻറ്റർ പറഞ്ഞു. ആരാണോ ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. സെൻറ്റർ ആ ഒരു മെസ്സേജ്, എനിക്കൊരു കാര്യം ഒരാളോട് പറയാൻ വേണ്ടി എന്റെ ഐഡിയ ഞാൻ എന്ത് ചെയ്യും, മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ കോഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യും, സിമ്പിൾസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകോഡ് എന്ന് പറയുന്നത്. മേ ബി എനിക്ക് ഒരു കാര്യം ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ലെറ്റർ ആയിട്ട് ലാംഗ്വേജിൽ അത് എന്തെങ്കിലും എഴുതും. ഓക്കെ, ദെൻ അതൊരു മെസ്സേജ് ഫോം ആയി. അതൊരു സ്പോക്കൺ വേർഡ്സ് ആവാം, പ്രിന്റഡ് വേർഡ് ആവാം. നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ മതിയോ എന്ന് മനസ്സിൽ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ഒക്കെ ആയിട്ടുള്ള പേഴ്സൺസിന്റെ അടുത്ത് കാര്യം പറയുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞൊക്കെ നോക്കുക അല്ലെ? ഇല്ലേ? ജസ്റ്റ് നമ്മളുടേതായ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കും. എന്നിട്ടായിരിക്കും ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റിനോടായാല് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ടൈപ്പ് ചെയ്യും.
അല്ലെങ്കിൽ ആ കാര്യം എന്താണെന്നുള്ളത് വരച്ചു കാണിക്കും. ചില കേസുകളിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞാലും അത് അവർക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മളത് ഡ്രോ ചെയ്ത് അത് കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചാനലിനെയാണ്, ഇപ്പൊ നമ്മൾ വാട്സപ്പിലൂടെയാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ആ ചാനൽ ഏതാണ്? വാട്സപ്പ് ആണ്. അപ്പൊ ചാനൽ എന്ന് പറയുന്നത് എന്താണ്? ഏത് മീഡിയത്തിലൂടെയാണ് നമ്മൾ ആ മെസ്സേജ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നതാണ് ചാനല്. ദെൻ ഈ മെസ്സേജ് ആർക്ക് കിട്ടി? റിസീവർക്ക് കിട്ടി. റിസീവർ അത് എന്ത് ചെയ്തു? ഡീകോഡ് ചെയ്യണം അല്ലെ? അത് റീഡ് ചെയ്യുമ്പോൾ അത് ഡീകോഡായി. ആ ഒരു മെസ്സേജ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡീകോഡായി, ആ മെസ്സേജ് റിസീവർക്ക് എത്തി. ആ മെസ്സേജ് ഡീകോഡ് ചെയ്ത വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസീവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റിസീവർ വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, സെന്റർ എന്ന് പറഞ്ഞാല് സെന്റർ ഇസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് എ സോഴ്സ്. ഏതൊരു കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സോഴ്സ് ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. എങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം ദ സോഴ്സ് ഓഫ് സെന്റർ. ഏതൊരു കമ്മ്യൂണിക്കേഷനും ഒരു സോഴ്സിൽ നിന്നോ ഒരു സെന്ററിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെന്റർ ഹാസ് സം തോട്ട്സ്, ഐഡിയ, നീഡ് ഓർ ഇൻഫർമേഷൻ ദാറ്റ് ഹി വിഷ് ടു ഇംപാർട്ട് ടു അനദർ പേഴ്സൺ ഓർ പേഴ്സൺസ്. നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ, ഐഡിയ, നമ്മുടെ തോട്ട്, നീഡ്, കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പറയുകയാണ്. എൻകോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ദ ഐഡിയ ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ കോഡ് ഓർ എ സെറ്റ് ഓഫ് സിമ്പിൾസ് എസ്പെഷ്യലി ഇൻ ഫോം ഓഫ് ലാംഗ്വേജ്. അപ്പോൾ എന്താണ് എൻകോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ സിമ്പിൾസ് ഉണ്ടല്ലോ, നമ്മൾ ആ മെസ്സേജ് കൺവേർട്ട് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ആക്കി മാറ്റിയിരിക്കുന്ന രീതിനെയാണ് നമ്മൾ എൻകോഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. സപ്പോസ് ഇപ്പൊ എനിക്കൊരു കാര്യം ഒരാളോട് പറയാനുണ്ട്, എന്റെ മൈൻഡിൽ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും ഞാനത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, പിന്നെ അത് റിട്ടേൺ ചെയ്യുമ്പോൾ ഞാനത് കൺവേർട്ടഡ് ഇൻ ടു ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ്? ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മളത് എന്ത് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ഇൻ ടു കോഡ്സ്. നമ്മൾ ആ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ അതിന് യൂസ് ചെയ്യുന്ന സിംബൽസും കാര്യങ്ങളാണ് എൻകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് എൻകോഡിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സെന്ററിൽ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് എൻകോഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനറി ഫോമിലേക്ക് അത് കൺവേർട്ട് ആക്കുന്നു. മെസ്സേജിന്റെ ഫോർമാറ്റിൽ ചാനൽ വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റിസീവറിന്റെ അടുത്ത് വരുമ്പോൾ ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജ് ഡീകോഡ് ചെയ്തതായിരിക്കും നമുക്ക് ഈ ഒരു ആൽഫബറ്റ്സ് രീതിയിൽ നമുക്കത് വായിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. മെസ്സേജ് ഈസ് ദ പേഴ്സൺ, ഫിസിക്കൽ പ്രൊഡക്റ്റ്, സ്പോക്കൺ വേർഡ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ്. മേ ബി നമ്മൾ പറയുന്ന ലാംഗ്വേജ് ആവാം, പ്രിന്റഡ് വേർഡ്സ് ആവാം. നമ്മൾ ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രിന്റഡ് വേർഡ്സ് ആണ്. ഗ്രാഫിക് ഡ്രോയിങ് ആവാം, ഒരു പിക്ചർ ആവാം, ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫേസ് ആവാം, ഇമോജീസ് ഒക്കെ അയക്കില്ല അതേപോലെ. ജസ്റ്റേഴ്സ് ഓഫ് ദ ഹാൻഡ്, നമ്മൾ തമ്പ് ഇംപ്രഷൻ, അറിയില്ല എന്നുള്ള ഡിസ്ലൈക്ക് കാര്യങ്ങളൊക്കെ അയക്കില്ല, അതാണ് ജസ്റ്റേഴ്സ് ഓഫ് ഹാൻഡ്. ദ പർപ്പസ് ഓഫ് ദ സോഴ്സ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് മെസ്സേജ്. നമ്മുടെ മെസ്സേജിന്റെ സോഴ്സ് നമ്മളൊരു എന്താണ് അതിന്റെ പർപ്പസ് നമ്മളത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്? ഇനി നമുക്ക് ഈ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ വേണ്ടി, ഒരു മീഡിയം ടു ട്രാൻസ്ലേറ്റ്. നമ്മൾ ആ ഒരു മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ മീഡിയത്തെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ദ ചാനൽ ഈസ് ദ മീഡിയം യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ്. നമ്മൾ ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയമാണ്. ഇറ്റ് ഈസ് ദ ലിങ്ക് ദാറ്റ് കണക്ട് ദ സോഴ്സ് ആൻഡ് ദ റിസീവർ. ഇതൊരു ലിങ്ക് ആണ്, നമ്മുടെ സോഴ്സും റിസീവറും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ആ ലിങ്കിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ലെക്ചറിങ്, ഡിസ്കഷൻ, ഡ്രാമസ്റ്റേഷൻ, ക്വസ്റ്റ്യനിങ് ആൻഡ് ആർ ദ ചാനൽസ് ഇൻ ക്ലാസ് റൂം. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് ടീച്ചർ ക്ലാസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ലെക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നമ്മള് നിങ്ങളുടെ അഭിപ്രായം പറയാറുണ്ട് ഇല്ലേ? ചില നമ്മുടെ ടീച്ചർമാർ പറയും ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. ഡ്രാമസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, അതൊരു എന്താ പറയാ ഇമേജും കാര്യങ്ങളൊക്കെ കാണിച്ച്, അല്ലെങ്കിൽ ഒരു നമ്മള് ക്ലാസ്സിൽ പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡ്രാമ പഠിക്കാനുണ്ടെങ്കിൽ
ആ ഡ്രാമയിലെ ക്യാരക്ടറായിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഓരോ കുട്ടികളായിരിക്കും ആ ക്യാരക്ടറിന് വരുന്ന ഡയലോഗ് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് പഠിച്ചിട്ട് ചെന്ന് പറയേണ്ടത് അല്ലെ. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അതേപോലെ പിന്നെ ക്വസ്റ്റ്യനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. ലാസ്റ്റ് ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ചാനൽസ് ഇൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിനെ സംബന്ധിച്ച് ഈ 4 ചാനൽസ് ആണ് ഉള്ളത്. അല്ലാതെ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് ഇമെയില്, പോസ്റ്റ്, പിന്നെന്താണ് വാട്സപ്പ്, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് സോഴ്സസ്, ഡിഫറെന്റ് മീഡിയംസ് ഉണ്ട്. ഡീകോഡ് ചെയ്യാനായിട്ട്, മെസ്സേജ് ഡീകോഡ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ റിസീവർ ആ മെസ്സേജ് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആയി. ഹിയർ ദ റിസീവർ ഡിറൈവ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ഐഡിയ കമ്മ്യൂണിക്കേറ്റഡ്. അവർ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് എന്താണ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡീകോഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. റിസീവർ എന്ന് പറയുന്നത് ഡീകോഡ് ദ മെസ്സേജ് ഇൻ ദ സെയിം പാത്ത് ആസ് ഇറ്റ് was communicated, okay, as it was transmitted. ഇവിടെ വരെയുണ്ട് കേട്ടോ, അവിടെ വരെയുണ്ട്. ആ ഒരു എന്തോ ടൈപ്പിങ്ങിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ ടെസ്റ്റിൽ അങ്ങനെ തന്നെയാണോ? ട്രാൻസ്മിറ്റഡ് താഴെയാണോ വന്നിരിക്കുന്നത്? ആണ്. അത് കണ്ടിന്യൂഷൻ ആണ്. എച്ച് എന്ന് പറയുന്ന പോയിന്റ് താഴെ വരുന്നത്, ഫീഡ്ബാക്ക് താഴെയാണ് വേണ്ട കേട്ടോ. ഒരു ടൈപ്പ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു. അപ്പൊ റിസീവർ ആണ് ഡീകോഡ് ചെയ്യുന്നത്, മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നത്. ആ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയ മെസ്സേജ് ഡീകോഡ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. ഇനി റിസീവർക്ക് മെസ്സേജ് കിട്ടി, നമുക്കൊരു മെസ്സേജ് ഒരാൾ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, റിപ്ലൈ അയക്കും അല്ലെ. നിങ്ങൾക്ക് വാട്സാപ്പിൽ ഫ്രണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, റിപ്ലൈ കൊടുക്കൂലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, റിപ്ലൈ അയക്കും അല്ലെ. ഫീഡ്ബാക്ക് ഇസ് ദ റിയാക്ഷൻ ബൈ ദ റിസീവർ ദാറ്റ് empowers the sender to conclude if the message has been received and understand. നമ്മൾ തിരിച്ചൊരു കത്ത് എഴുതുമ്പോഴാണ് നിങ്ങളുടെ കത്ത് ലഭിച്ചു, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ആ മെസ്സേജിനോടുള്ള എന്താ പറയാ, മെസ്സേജിനോടുള്ള റിപ്ലൈ നമ്മൾ അയക്കുന്നത്. Thus, after the receiver has decoded and explained a message, he become a source. അപ്പൊ റിസീവർ ആ ഒരു മെസ്സേജ് റീഡ് ചെയ്ത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ ആരായിട്ട് മാറും, സോഴ്സ് ആയിട്ട് മാറും. ഇനി റിസീവർ എന്തെങ്കിലും മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. ഈ ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, കണക്ഷൻ ഉണ്ട്. ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സെൻഡർ മെസ്സേജ് അയക്കുന്നു, റിസീവർ അത് റീഡ് ചെയ്യുന്നു, റിസീവർ ഫീഡ്ബാക്ക് അയക്കുന്നു, സെൻഡർ അത് റീഡ് ചെയ്യുന്നു, സെൻഡർ വീണ്ടും. ഒരു കണ്ടിന്യൂസ് പ്രോസസ്, കണ്ടിന്യൂസ് സൈക്കിൾ ആണ്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഒരു തടസ്സം വരാനുള്ള ചാൻസ് ഉണ്ട്. മെസ്സേജിന് എന്തെങ്കിലും ബാരിയർ അല്ലെങ്കിൽ തടസ്സം, ഇൻഹെറിറ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നോയിസ്. ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ഡയഗ്രത്തിൽ കണ്ടു. ഇന്റർഫിയറൻസ് തടസ്സം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോയിസ് ഈസ് ദ കോസസ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ മെയിനായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, നോയിസ്. ദേ ആർ ദ ബാരിയർ എന്നാണ്. ബാരിയേഴ്സ് എന്നാക്കണം കേട്ടോ, കേട്ടോ. ബാരിയേഴ്സ് എന്നാക്കണം കേട്ടോ. അവിടെ BE ആണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത് അല്ലെ. BARRIERS എന്നാക്കണേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോയിസ് എന്ന് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ചെയ്തോ സ്പെല്ലിംഗ്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. They are the barriers to communication. Noise is anything that reduces the accuracy of the validity of the communication. ആ കമ്മ്യൂണിക്കേഷന്റെ ആക്യുറസി കുറയ്ക്കുന്ന ഏതൊരു കാര്യത്തിനെയും നമുക്ക് എന്ത് പറയാം, നോയിസ് എന്ന് പറയാം.
നോയ്സ് ക്യാൻ ബി അപ്പിയർ അറ്റ് എനി പോയിന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഏതൊരു പോയിന്റിലും നമുക്ക് നോയ്സ് സംഭവിക്കാം. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വരും നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു. ആ സമയത്ത് ഞാൻ അയച്ച മെസ്സേജിന് ഇതിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ മെസ്സേജ് റീഡ് ചെയ്ത് കേൾക്കാറില്ല. ഞാൻ അയച്ച മെസ്സേജ് തന്നെ രണ്ടാമത് ആരെങ്കിലും ഞാൻ കേട്ടു നോക്കാറില്ല. എന്റെ ശീലമുണ്ടത്. ഞാൻ അത് കേട്ട് നോക്കാറില്ല. പിന്നെ അവര് പറയണം ഈ മെസ്സേജിൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ അയച്ചാൽ മാത്രമായിരിക്കും ഞാൻ അതൊന്ന് കേട്ട് നോക്കുന്നത്. അപ്പോഴായിരിക്കും എനിക്ക് ആ ഒരു തടസ്സം മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒരു ബാരിയർ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വോയിസ് അയച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതേപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബാരിയർ വന്നിട്ട് അത് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എന്താണ് അവർ റീഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല, ആ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഇല്ലേ? അവിടെ കംപ്ലീറ്റ് ആവില്ലല്ലോ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോ മെസ്സേജുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതിന് കാരണം മെയിൻ ആയിട്ട് വരുന്ന തടസ്സം എന്താണ്? ഈ നോയ്സ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ചാനലിലൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ റിസോഴ്സ് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സൈക്കിളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ദ സെൻഡർ മേ ക്രിയേറ്റ് നോയ്സിനെ കുറിച്ചാണ് പറയുന്നത്. സെൻഡർ മേ ക്രിയേറ്റ് നോയ്സ് ഇഫ് ഹി ഡിസേൺ ആൻഡ് ഇവന്റ് ഇൻകറക്ട്ലി. നമ്മളിപ്പോ സെൻഡറിന്റെ അടുത്ത് നിന്നും എന്ത് വരാം? നോയ്സ് സംഭവിക്കും. നമ്മൾ ആ ഒരു കാര്യം ചെയ്തപ്പോ ഇൻകറക്ട്ലി ആണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമെയിൽ അയച്ച സമയത്ത് ഞാൻ ഇമെയിൽ അങ്ങോട്ട് സെൻഡ് ചെയ്തു എന്ന് എനിക്ക് തോന്നി, ഇൻബോക്സ് സെൻഡ് ചെയ്തു. പക്ഷെ അതെന്തായിരുന്നില്ല, സെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ്, ദ എൻകോഡിംഗ് പ്രോസസ് മേ കണ്ടെയ്ൻ നോയ്സ് ഇഫ് ഫോൾട്ടി സിംബൽസ് ആർ സെലക്ടഡ് ടു റെപ്രസെന്റ് ഐഡിയ. നമ്മള് എന്തെങ്കിലും മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫോൾട്ടി സിംബൽ മാറിപ്പോയി, നമ്മൾ അയക്കേണ്ട സിംബൽ മാറിപ്പോയി. സോ അങ്ങനെ വരുമ്പോഴും എന്താണ്, മെസ്സേജ് എൻകോഡ് ചെയ്തപ്പോൾ നോയ്സ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു കുട്ടി നല്ല രീതിയിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, കുട്ടി നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഒരു ആക്ടിവിറ്റി പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇമോജി അയക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടി എന്ത് ഫീൽ ചെയ്യും? ടീച്ചർക്ക് ഇഷ്ടമായില്ല ഒരു കാര്യങ്ങൾ. ചിലപ്പോൾ ഞാനായിരിക്കാൻ ഉദ്ദേശിച്ചത് ഹാർട്ട് ആയിരിക്കും, പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ഇമേജ് ആയിരിക്കും എന്റെ കയ്യിൽ നിന്ന് എന്തായത് സെൻഡ് ആയി പോയത്. സോ അവിടെ എന്താണ്, ഫോൾട്ട്ലി യൂസ് ചെയ്യുന്ന സിംബൽസ് കാരണം നമ്മുടെ മെസ്സേജിൽ എന്താണ് നോയ്സ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അയച്ച മെസ്സേജിലും എന്തുണ്ടാവും, നമ്മള് ഡിഫറെന്റ് സിംബൽസ് യൂസ് ചെയ്തപ്പോൾ അത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലായില്ല. അങ്ങനെ വരുമ്പോഴും എൻകോഡിംഗിൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? തടസ്സങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആ ഒരു മെയിൽ ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിലും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ ഒരു നോയ്സ് സംഭവിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും. ദ ചാനൽ മേ കണ്ടെയ്ൻ നോയ്സ് ദാറ്റ് പ്രിവെന്റ് ദ മെസ്സേജ് ഫ്രം ഗെറ്റിംഗ് ത്രൂ എക്സ്ട്രാക്ട്ലി. നമ്മളിപ്പോ മെസ്സേജ് സെൻഡ് ചെയ്തപ്പോൾ ആ ചാനലിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോൾ ആ ഒരു മെസ്സേജ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് എത്തിയില്ല എന്നും വരാം. പണ്ട് നമ്മള് പോസ്റ്റ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ എത്തുമ്പോ ചിലപ്പോ എന്താണ്, ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്ട്രാക്ട് ലെറ്റർ അവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ലെറ്റേഴ്സ് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ കേസിലാണെങ്കിൽ മെയിൽ അല്ലെങ്കിൽ മെയിലല്ല, മെസ്സേജ് അയച്ച സമയത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. പിന്നെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആണ്, പിന്നെ ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല. സോ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്തുള്ള കാര്യം ഉണ്ടാവും. സോ നമുക്ക് ആ വ്യക്തമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാവില്ല. ഇനി ദ റിസീവർ മേ ഡീകോഡ് ദ മെസ്സേജ് ഇൻകറക്ട്ലി ഓർ മിസ്റെപ്രസെന്റഡ് ദ മീനിങ്. ഓക്കെ, ഇൻകറക്ട്ലി ആണ് ഞാൻ ആ മെസ്സേജ് റീഡ് ചെയ്യുന്നത്. നമ്മളൊരു പോസിറ്റീവ് മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡീകോഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡ്, അദ്ദേഹം റീഡ് ചെയ്യുന്ന രീതി അനുസരിച്ച് മെസ്സേജിന്റെ മീനിങ് കൺവേർട്ടഡ് ആവും, അല്ലെ? ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞ കാര്യം അതേ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, കറക്റ്റ് ആയിട്ട് ആ മീനിങ് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആ ഡീകോഡിംഗ് പ്രോസസ്സിന് എന്താണ് എന്തെങ്കിലും തടസ്സങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു തടസ്സത്തെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോയ്സ് ഏതൊരു സ്റ്റേജസിലും ഒക്കർ ചെയ്യാവുന്ന ഒരു ഫാക്ടറാണ് എന്ത്, നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഒന്ന് റീഡ് ചെയ്ത് നോക്കുവോ? നോയ്സ് വരെ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സ്. ദ സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദ വേർഡ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വേർഡിന്റെ മീനിങ് കോമൺ എന്നാണ്. Hence, communication is sharing common experience with other. നമ്മളുടെ കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ദ പ്രോസസ് ഓഫ് passing idea or feeling from one person to another. Communication എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ് of passing idea or feeling from one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അവരുടെ ഐഡിയാസും ഫീലിങ്സും കാര്യങ്ങളും പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷന് മസ്റ്റ് ആയിട്ട് രണ്ട് പാർട്ടീസ് വേണം, അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസ് വേണം. ഫസ്റ്റ് വൺ ഈസ് സെൻഡർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിസീവർ. ഒരു വ്യക്തിക്ക് അലോങ് ആയിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു സെൻഡർ ഉണ്ടെങ്കിൽ റിസീവർക്ക് മാത്രമായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നമ്മൾ ആ ഒരു ഐഡിയ പാസ് ചെയ്യുമ്പോൾ അത് രണ്ടു പേർക്കും ആ ഒരു ഇൻഫർമേഷൻ ആയാലും ഐഡിയ ആയാലും ആ രണ്ട് വ്യക്തികൾക്കും നല്ല ബോത്ത് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആ റിസീവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സ്റ്റുഡന്റ് മേ ഹിയർ എ ടീച്ചർ ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ ബട്ട് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ്. ഇപ്പൊ നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കിളി പോകും അല്ലെ. ചില ടീച്ചർ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല, ടീച്ചർ എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ? അണ്ടർസ്റ്റാൻഡ് ആയാൽ മാത്രമല്ലേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ? അല്ല, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ സ്റ്റുഡന്റ് ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ അതേ ലെവലിൽ കുട്ടികൾക്കും എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. സപ്പോസ് ഞാനെങ്ങാനും ഏതെങ്കിലും ഒരു ദിവസം നല്ല സ്പീഡിൽ ക്ലാസ് എടുത്ത് പോവാണെങ്കിൽ ചിലപ്പോ എല്ലാവർക്കും നല്ല കുറച്ചു പേർക്കെങ്കിലും ആ ഒരു ക്ലാസ് മനസ്സിലാവാതെ വരും ഇല്ലേ. അത്യാവശ്യം സ്പീഡ് കൂട്ടി പറയുമ്പോ ചിലപ്പോൾ നമുക്ക് ആ പോർഷൻ തീർക്കേണ്ട ഒരു എന്താ പറയാ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് വരാണെങ്കിൽ നമ്മൾ ക്ലാസ് പെട്ടെന്ന് സ്പീഡിലാക്കും.
അങ്ങനെ സ്പീഡിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പോൾ നമ്മളൊരു നോർമൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നുവെച്ചാൽ ഒത്തിരി സ്പീഡ് കൂട്ടാതിരിക്കുക, ഒത്തിരി സ്ലോ ആവാതിരിക്കുക. നോർമൽ സ്പീഡിൽ നമ്മൾ ക്ലാസ് ആദ്യം മുതലേ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡായിട്ട് കുട്ടികൾ എന്ത് ചെയ്തോളും, പൊരുത്തപ്പെട്ടോളും. അതാണ് എന്റെ പോളിസി. കാരണം ഞാൻ ഒത്തിരി സ്ലോ ആയിട്ട് ക്ലാസ്സുകൾ പോവാറില്ല, അതേപോലെ ഒത്തിരി സ്പീഡിൽ ക്ലാസ് പോവാറില്ല. ആ നോർമൽ ലൈനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, എന്റെ നോർമൽ ലൈനിൽ ചിലപ്പോൾ അത് കേൾക്കുന്ന, ചിലപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കുറച്ച് സ്പീഡായിട്ട് തോന്നുമായിരിക്കും, കാരണം ഈ സംസാരിക്കുന്ന സ്പീഡ് കാരണം. അപ്പോ ആ നോർമൽ ലൈനിൽ നമ്മൾ അങ്ങനെ പോവാണെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ മനസ്സിലാവും. അതിൽ സ്പീഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എനിക്കറിയാം, ഞാൻ ഇപ്പൊ എടുക്കുന്ന ഈ ഒരു സ്പീഡിൽ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ, ടീച്ചർ ഒരു കാര്യം പറയുന്നത് കുട്ടികൾ അത് കേൾക്കുന്നുണ്ട്, അത് കുട്ടികൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ. ആ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളെന്താ പറയാ, നമ്മുടെ ടീച്ചർ പറയുമ്പോ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കും, പക്ഷെ എന്താണ്, ഒന്നും മനസ്സിലാവില്ല. നമ്മളെ ഏതൊക്കെയോ ലോകത്തോട് പോവുകയായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നില്ല. ഫാക്ടേഴ്സ് ക്രൂഷ്യൽ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആർ എംപതി ആൻഡ് ഫീഡ്ബാക്ക്. അപ്പൊ ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വേണ്ടത്, എംപതി, ഫീഡ്ബാക്ക് ആണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവണം. അപ്പൊ നമ്മുടെ ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളോട് നമുക്ക് നേരിട്ട് ചോദിക്കാം, മനസ്സിലായോ? അപ്പൊ അവരുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, അവർക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് ഒന്നും കൂടി പറയേണ്ട വരും കാര്യങ്ങൾ. കാരണം ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളും കാണാണ്. പക്ഷേ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരു ചെറിയൊരു ബാരിയർ വന്നാൽ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തായിരിക്കും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ആകെ കിട്ടുന്ന ഫീഡ്ബാക്ക് ആ തമ്പയക്കുമ്പോ മാത്രമാണ്. ജസ്റ്റ് ആ തമ്പയക്കുമ്പോ കുട്ടികൾക്ക് ആകെയൊക്കെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു രീതിയിൽ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ രണ്ട് വ്യക്തികൾക്ക്, സോഴ്സും റിസീവർക്കും ആ ഒരു മെസ്സേജിനെ കുറിച്ച് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ആകണം. ഓക്കെ, ഇനി കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കമ്പോണൻസിനെ കുറിച്ചാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് മെയ്ഡ് വിത്ത് സം പർപ്പസ്. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാവും. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്ലാസ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. This purpose of communication is encoded in the message and upward to its destination where it is decoded and response made. അപ്പൊ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങളുടേതായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ പറയാ, ഒരു ക്ലാസ് എങ്ങനെ എടുക്കണം, അതേപോലെ ആ ക്ലാസ്സിലെ കുട്ടികളായിട്ട് എങ്ങനെ മിങ്കിൾ ആവണം, ആക്ടിവിറ്റീസ് അതിലെങ്ങനെ പ്രസന്റ് ചെയ്യിപ്പിക്കണം, നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആ ഒരുപാട് രീതിയിലൂടെ കുട്ടികൾ നമ്മൾ എൻഗേജ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. വേറെ എസെൻഷ്യലി ഇതെല്ലാം വേണം. The first steps in ideation. Okay. Ideation by the sender who must create an ideation. By the sender who must create an idea or choose a fact to communicate. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നിങ്ങൾക്ക് ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒരു പോർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പൊ എനിക്ക് ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു പോർഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. സോ ഞാനൊരു ഐഡിയ ചൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ദ ഐഡിയ ഓഫ് ഫാക്ട് ഈസ് ഇൻ ദ കണ്ടന്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്യണം. ഇറ്റ് ഈസ് ദ ബേസിക് ഓഫ് ഹിസ് മെസ്സേജ്. നമ്മൾ ആ കാര്യങ്ങൾ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാകും, ആ ഒരു രീതിയിൽ നമ്മൾ ആ മെസ്സേജ് ഫോം ചെയ്യണം, നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യണം. എങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, എൻ്റെ ആ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്താണ്, അത് ആ ഒരു മെസ്സേജ് രൂപത്തിൽ അത് ഫോം ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത് എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തിട്ട് സിംബൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പോൾ ഞാൻ എന്താ പറയാ മെസ്സേജ് അയക്കാനാണ് വിചാരിക്കുന്നത്, നിങ്ങളുടെ ഹോൾ ക്ലാസ്സിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. സോ അത് ഞാൻ ആ സിംബൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ചിലപ്പോൾ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് കാര്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ അത് എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾ സെൻഡ് ചെയ്യാണ്. Second step is encoding. Here the sender organizes his idea into
സീരീസ് ഓഫ് സിമ്പിൾസ്. നമ്മൾ എൻകോഡിംഗ് പ്രോസസ്സിലാണ് നമ്മുടെ മെസ്സേജിനെ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയനെ ലാംഗ്വേജ് അല്ലെങ്കിൽ സിമ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. He organized his message to ensure rationality and coherence. In these steps, he also select appropriate medium. ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീഡിയം കൂടി സെലക്ട് ചെയ്യും. ഏത് മീഡിയത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക് മലയാളം മാത്രം റീഡ് ചെയ്യാൻ അറിയുള്ളെങ്കിൽ ഞാൻ എന്തായാലും മെസ്സേജ് അയക്കുമ്പോൾ എന്ത് ചെയ്യണം, മലയാളത്തിൽ ആ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതാണ് എന്ത് കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. സെൻഡറും റിസീവറും എൻകോഡിങ്ങും ഡീകോഡിങ്ങും തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ചിലപ്പോൾ ക്ലാസ് ഫെബ്രുവരിയിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൈവി ഇടാനുള്ള ചാൻസ് ഉണ്ട്. വൈവയുടെ ഡേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വൈവെ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഈ വരുന്ന 10th-നല്ലേ, 10th ആണോ? 10th-ന് വൈബ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ ചിലപ്പോൾ വൈബ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. സോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ PG സ്റ്റുഡൻസിന് PG നിങ്ങൾക്ക് ആ ടൈം ആകുമ്പോഴേക്കും ഫെബ്രുവരി ആകുമ്പോഴേക്കും PG സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ PG സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ വൈബ് അറ്റൻഡ് ചെയ്യുന്നവര് PG ക്ലാസ്സുകളിൽ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, സെമിനാർ എടുക്കണം. ഓക്കെ, സെമിനാർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ടോപ്പിക് ആയിരിക്കും ടീച്ചർ തന്നിരിക്കുന്നത്. ആ ടീച്ചറിനോട് പറയാം, ഞാൻ സെമിനാർ എടുത്തതിന് ശേഷം ഞാൻ ഇന്ന ടീച്ചർ എന്റെ വൈബ് എടുത്തിട്ടുണ്ടായിരുന്നു, ആ മാർക്ക് ആ ടീച്ചർക്ക് ഒന്ന് കൊടുക്കാവോ, അല്ലെങ്കിൽ നോട്ട് ചെയ്തോളും. ഓരോ ടീച്ചേഴ്സും ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്ന പോർഷൻസും അവരുടെ സെമിനാറിന്റെ മാർക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുത്തോളാം. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ വൈബ് അറ്റൻഡ് ചെയ്യുന്നവര് സെമിനാർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ലൈവ് ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെമിനാർ കമ്പൽസറി ആയിട്ട് എടുക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി വൈവയുടെ സമയത്ത് നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യണ്ടേ അല്ലെ? നമ്മൾ ഒത്തിരി മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ടല്ലോ. കുറെ നാളൊക്കെ എടുത്ത് നമ്മൾ എഫേർട്സില് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് മുതൽ ലാസ്റ്റ് ചെയ്ത ആ ഒരു മെറ്റീരിയൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പൊ ചാർട്ട് ആയാലും എന്താ പറയാ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആയാലും എല്ലാവരും ഒരു പ്ലേസിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു റൂമിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ബെഡ് ആയിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. സോ ബെഡില് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം, സ്മോൾ ലെറ്റർ അറേഞ്ച് ചെയ്യാം, നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് വെക്കാം, ഫ്രെയിംസ് അറേഞ്ച് ചെയ്യാം, പിങ്ക് അവിടെ തൊട്ടടുത്ത് വെക്കാം. അതേപോലെ എല്ലാ മെറ്റീരിയൽസും ഇങ്ങനെ അറേഞ്ച്, ചാർട്ടുകൾ എല്ലാം ടീച്ചേഴ്സിന് കാണിക്കുന്ന രീതിയിൽ ആ ചാർട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം ചിലപ്പോൾ ഫോൺ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോൺ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ ആ മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് കാണിക്കണം. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഒത്തിരി ലാഗ് ആവാൻ പാടില്ല. ഒരു 50 minutes നിങ്ങൾക്കുള്ളൂ. 10 minutes ആണ് വൈവേക്ക് കൊടുക്കുന്നത്. 5 minutes എക്സ്ട്രാ ഉണ്ട്. ആ 5 minute നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അതിനുള്ളിൽ വൈവേ കംപ്ലീറ്റ് ചെയ്യണം. സോ 15 minutes എന്ന് വിചാരിക്കും, 10 minutes എന്ന് വിചാരിക്കും. അപ്പോ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾ കാണിക്കണം. ദെൻ റെക്കോർഡ് ഉണ്ട്, 5 റെക്കോർഡ് കംപ്ലീറ്റ് അല്ലേ? അപ്പൊ എല്ലാ റെക്കോർഡും ഓർഡറിൽ എടുത്ത് വെക്കാം. ദെൻ അതും ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ കാണിക്കാം. ഓരോ ടീച്ചേഴ്സിനനുസരിച്ച് ടീച്ചേഴ്സ് റെക്കോർഡ് നോക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഞാനാണെങ്കിൽ എല്ലാ റെക്കോർഡും ഇത് ചെക്ക് ചെയ്യും. കാരണം ആദ്യം ഇപ്പോ നമ്മളുടെ റൈംസിനെ സംബന്ധിച്ചാണെങ്കിൽ ആൽഫബറ്റ് സോങ് ആണ് ആദ്യം വരുന്നത്. ലാസ്റ്റ് വരുന്നത് എന്താണ്, നമ്മളുടെ പ്രയർ സോങ് ആണ്. അപ്പോ ആദ്യം മുതൽ എല്ലാ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഓരോന്നിന്റെയും ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ചെക്ക് ചെയ്യും. ഓർഡർ തെറ്റിച്ചിട്ടാണ് ചില കുട്ടികൾ ചെയ്യാറ്. അത് കുഴപ്പമില്ല, കാരണം ഞങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കും. പിന്നെ ഇപ്പൊ സ്റ്റോറിയുടെ കേസിലാണെങ്കിൽ ഫസ്റ്റ് സ്റ്റോറി മുതൽ ലാസ്റ്റ് മൈമാണ്. അതുവരെ നമ്മളിങ്ങനെ ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കണം. അതേപോലെ കളക്ഷൻ ബുക്ക്, പിന്നെ എന്താണ് പസിൽസിന്റെ ബുക്ക്, പിന്നെ നമ്മുടെ മോണ്ടിസോറി പ്രാക്ടീസ്. മോണ്ടിസോറി പ്രാക്ടീസ് റെക്കോർഡ് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആ പിക്ചേഴ്സും കൂടി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി മോണ്ടിസോറിയുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ മോണ്ടിസോറി 5th റെക്കോർഡ് നമ്മൾ ഇവിടെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ ആ പിക്ചേഴ്സും കൂടി എന്ത് ചെയ്താല് പേസ്റ്റ് ചെയ്താലാണ് ആ റെക്കോർഡ് കംപ്ലീറ്റ് ആവാം. എല്ലാവരും പിക്ചേഴ്സും കൂടി പേസ്റ്റ് ചെയ്യണം. അങ്ങനെ 5 റെക്കോർഡുകൾ
നമ്മൾ എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യും. ഓരോ റെക്കോർഡും 20 മാർക്ക് വീതമാണ്. 5 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും 100 മാർക്കെന്ന്. അങ്ങനെയല്ല, ഫുൾ മാർക്ക് കിട്ടില്ല, അതിനോട് അടുത്തുള്ള ഒരു മാർക്ക് കിട്ടും. എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ടീച്ചറെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 98, 98 ആ റേഞ്ചിൽ മാർക്ക് കിട്ടും. ഓക്കെ, അത് ഓരോ ടീച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ടീച്ചേഴ്സ് തന്ന മാർക്കിനെ കുറിച്ച് നമുക്ക് പറയണ്ട. ഇനി അസൈൻമെന്റും സർവേ ഉണ്ട്. ജിഷാ മിസ് ലാസ്റ്റ് ഒരു 10 അസൈൻമെന്റ് ആയിരുന്നു. സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, പിന്നെ കുറച്ച് 3 ബുക്സ് റീഡ് ചെയ്ത് അതിന്റെ ഒരു സമ്മപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾസ്, നമ്മുടെ ഫേവറേറ്റ് ടീച്ചർ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് 10 അസൈൻമെന്റ് ലാസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ചെയ്തു അത്. ഓക്കെ, ആ അസൈൻമെന്റ്സ് നിങ്ങള് നോട്ട്ബുക്കിലാണ് ചെയ്തിരിക്കുന്നത്? ഇല്ല മാം, അസൈൻമെന്റ് പേപ്പറില്ല. ഓക്കെ, അത് നമ്മള് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ആദ്യം മുതലുള്ള അസൈൻമെന്റ്സ് ഓരോന്നും അതിന്റെ പേജസ് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ച് കൊടുക്കണം. ഓക്കെ, 10 എണ്ണം ഉണ്ട്, 10 എണ്ണം ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ഓരോ അസൈൻമെന്റ്സിനും 5 മാർക്ക് വീതമാണ്. 5 × 10 50 മാർക്ക് വരും. ഓക്കെ, അപ്പോ അസൈൻമെന്റിന്റെ മാർക്കും സർവേയുടെ മാർക്കും കൂടി ഒരുമിച്ചാണ് വരുന്നത്. നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? വീടുകളിൽ പോയിട്ട് 5 സാമ്പിൾസ് കളക്ട് ചെയ്ത് അതനുസരിച്ച് സർവേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു, ആദ്യം പറഞ്ഞതാണ്. അപ്പൊ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 മാർക്ക്, സർവേ 30 സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. സർവേനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. സർവേയിൽ മനസ്സിലായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു കുറച്ച് നമ്മൾ ആ ഒരു ഡാറ്റയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളുടേതായ ഓൺ വേർഡ്സിൽ പറയാനായിട്ട് ശ്രമിക്കണം. ആ കൺക്ലൂഷൻ റീഡ് ചെയ്ത് പറയല്ല വേണ്ടത്, ഫുൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് ഫുൾ ആയിട്ട് നോക്കി വായിക്കല്ല വേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ലാസ്റ്റ് ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ സർവേക്ക് 50 മാർക്ക്, അസൈൻമെന്റിന് 50 മാർക്ക്, ആ രണ്ടും കൂടി ഒരുമിച്ചാണ്. അങ്ങനെ 100 മാർക്കിൽ അസൈൻമെന്റ് ആൻഡ് റിപ്പോർട്ട് ആ ഒരു മാർക്ക് കഴിയും. പിന്നെ ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടൈം ടു ടൈം ഓരോ മെറ്റീരിയൽസ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ടൈമും കാര്യങ്ങളൊക്കെ തന്നിട്ട് തന്നെയാണ് ചെയ്തത്. ആ മെറ്റീരിയൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടും. ഇനി നമ്മൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്പാരറ്റിക്സ്. മോണ്ടിസോറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോണ്ടിസോറി മെറ്റീരിയൽസ്, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോണ്ടിസോറി മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, ലൈവ് ക്ലാസ് കിട്ടിയവരുണ്ട്. ഇനി പ്രാക്ടിക്കൽ ക്ലാസ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കുട്ടികളോട് പറയാം, പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോട് പറയാം നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക, ഓരോ മെറ്റീരിയൽസിന്റെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക. അതേപോലെ തന്നെ ചെയ്യുന്ന രീതികളും വീഡിയോസ് എടുത്തിട്ട് അയച്ചു തരാൻ പറയണം. ഓക്കെ, ഗ്രൂപ്പിൽ അങ്ങനെ അയച്ചു തരാറുണ്ടോ? ഓക്കെ, അയച്ചു തരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പിന്നെ വേറൊരു എളുപ്പപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി അപ്പാരറ്റിക്സിനെ കുറിച്ചിട്ട് നമുക്ക് മോണ്ടിസോറി 5th റെക്കോർഡ് ഉണ്ടല്ലോ, നമ്മൾ 5th റെക്കോർഡ് എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും? ആ റെക്കോർഡ് നന്നായിട്ട് പഠിച്ചാലും മതി. കാരണം 5th റെക്കോർഡ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാരറ്റിക്സ്, മോണ്ടിസോറി അപ്പാരറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് മോണ്ടിസോറി അപ്പാരറ്റിക്സിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സാധാരണ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഓക്കെ, ഇങ്ങനത്തെ ഇമേജ് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ ഇമേജ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഏതൊരു ഇമേജ് നോവൽസിന്റെ ഏതൊരു ഈ ഒരു ഇമേജ് ഷെയർ ചെയ്യും. എന്നിട്ട് ആ ഇമേജ് ഏതാണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും കുട്ടികളുടെ അടുത്ത്. ഓക്കെ, ഏത് ഇമേജാ? നോവൽസ്. ഓക്കെ, നിങ്ങളുടെ ബാച്ചിന് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂല, അത് വേറെ കാര്യം. അപ്പൊ ഈ ഒരു ഇമേജ് ചോദിക്കും, ഇതിന്റെ ഫങ്ഷൻസും കൂടി ചോദിക്കും, ഇതിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഇതിന്റെ ഫങ്ഷൻസ് ചോദിക്കും. ഓക്കെ,
മനസ്സിലായോ? ഓക്കെ, അത് ഒന്ന് ചോദിക്കും. പിന്നെ ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ലേ മോണ്ടിസോറിയില്? എല്ലാവർക്കും അവരുടേതായ ഫേവറേറ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. എനിക്കുണ്ട് കേട്ടോ ഫേവറേറ്റ് മെറ്റീരിയൽ. ഏതാണ്? പിങ്ക് കളർ ആണോ എല്ലാവരുടെയും ഇഷ്ടമുള്ള മെറ്റീരിയൽ? ആയിരിക്കുള്ളൂ. അപ്പൊ ആ മെറ്റീരിയലിനെ കുറിച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എല്ലാ മെറ്റീരിയൽസും നോക്കണം. നമ്മുടെ ഫേവറേറ്റ് മെറ്റീരിയൽ ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാ കുട്ടികളും പറയുന്നത് പിങ്ക് കളർ ആണ്. അപ്പൊ നിങ്ങൾ വെറൈറ്റി പിടിക്കണം. ഓക്കെ, പിങ്ക് കളർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. രണ്ടാമത്തെ സെക്കൻഡ് ഫേവറേറ്റ് ഏതാണ്? അതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ കണ്ടക്ട് എന്താണ്? ഇംഗ്ലീഷിൽ തന്നെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, നമ്മൾ നിങ്ങളുടെ ഓൺ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ കൺവേർട്ട് വൈവേ പ്രസന്റ് ചെയ്യാം, വൈവേക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണോ നമ്മളെ വൈവേ നടക്കുക, അല്ലെങ്കിൽ വേറെ ആണോ? ആണോ? ഗൂഗിൾ മീറ്റ് തന്നെയാണ്, പക്ഷെ ഓരോ ടീച്ചേഴ്സിനും ഓരോ ലിങ്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളെ എടുക്കുന്ന 3 ടീച്ചേഴ്സ് ആണ്, ജിഷ മിസ്, അപർണ മിസ്, അശ്വതി മിസ്. ഈ 3 ടീച്ചേഴ്സിന്റെയും വൈവയുടെ ലിങ്ക്, വൈവയുടെ സെപ്പറേറ്റ് ലിങ്ക് ക്ലാസ് റൂമിൽ അപ്ലോഡ് ആവും. വൈവയുടെ ഡേറ്റ് ആവുമ്പോൾ ക്ലാസ് റൂമിലെ ഓരോ ടീച്ചേഴ്സിന്റെ വൈവയുടെ ലിങ്ക് അപ്ലോഡ് ആവും. ഇപ്പൊ ആതിരയ്ക്ക് അശ്വതി മിസ്സിനെയാണ് കിട്ടുന്നതെങ്കിൽ നസീറയ്ക്ക് ചിലപ്പോൾ അപർണ മിസ്സിനായിരിക്കും. അപ്പൊ നസീറ കയറേണ്ടത് അപർണ മിസ്സിന്റെ ലിങ്കിലോ ആതിര കയറേണ്ടത് അശ്വതി മിസ്സിന്റെ ലിങ്കിലോ ആണ്. മനസ്സിലായോ? ഓക്കെ, ഞാനതിപ്പോ ഇങ്ങനെ പറഞ്ഞു തരാൻ കാരണം ഇനി ചിലപ്പോ നിങ്ങൾ പെട്ടെന്നായിരിക്കും എന്ത് വരുന്നത്, വൈവയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, പിന്നെന്താണ് ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? മോണ്ടിസോറി അക്വാറ്റിക്സിന്റെ മാർക്ക്. അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ടീച്ചിങ് പ്രാക്ടീസിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു വെക്കാം. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്ത കുട്ടികളുണ്ടാവും അല്ലെ, അവർ ടെൻഷനൊന്നും നടിക്കേണ്ട. അവരുടെ വൈവയുടെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ആക്ഷൻ സോങ്ങോ ആക്ഷൻ സ്റ്റോറിയോ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആക്ഷൻ സോങ് എല്ലാവരും ചെയ്യുന്നുണ്ട്, അതിനൊരു ബേസിക് മാർക്കാണ് സാധാരണ കൊടുക്കാറ്. പറ്റുമെങ്കിൽ ആക്ഷൻ സ്റ്റോറി ചെയ്യാം, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡിഫറെന്റ് രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാല് കാർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കാം അല്ലേ? ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. മാം, നമ്മള് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റോറി അങ്ങനെ ഉണ്ടാവുക, കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ പറയേണ്ടത്? കുട്ടികൾക്ക് സ്റ്റോറി നിങ്ങൾ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അതേ രീതിയിൽ തന്നെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിൽ പോയൊരു സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ ആക്ഷൻ സോങ് സ്റ്റോറി ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കണം കേട്ടോ. വൈവയുടെ ടൈം ആകുമ്പോഴേക്കും ഓൾറെഡി ഇന്ന സ്റ്റോറി പറയും. റാബിറ്റിന്റെയും ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോറി സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി പറയും എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. സ്റ്റോറി ആയാലും സോങ്ങിന്റെ കേസിലായാലും ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ നോക്കണം കേട്ടോ. അത് മലയാളത്തിൽ പോകണ്ട. ഓക്കെ, ഒരു സോങ്ങും സ്റ്റോറിയൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് പറ്റും, അത് ഈസിയാണ്. അത് ഇംഗ്ലീഷ് തന്നെ നോക്കി വയ്ക്കാം. പിന്നെ വരുന്നത് റെക്കോർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ റെക്കോർഡ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പേജ് കാണിച്ചാൽ മതി. എല്ലാ റെക്കോർഡും എടുത്ത് പേജസ് ഷിഫ്റ്റ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ സമയത്ത് റെക്കോർഡ് ചെക്ക് ചെയ്ത സമയത്ത് സൈൻ ചെയ്ത സമയത്ത് ടീച്ചേഴ്സ് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നവര് സൈൻ ചെയ്ത പോർഷൻ മാത്രം കാണിക്കാം. സൈൻ ചെയ്യാത്ത ഏതെങ്കിലും റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കാണിക്കണം, അത് പ്രസന്റ് ചെയ്യണം. റെക്കോർഡിന്റെ കാര്യം പറഞ്ഞു, അസൈൻമെന്റ് ആൻഡ് സർവേയുടെ കാര്യം പറഞ്ഞു, ടീച്ചിങ് എയ്ഡിന്റെ കാര്യം പറഞ്ഞു. സെമിനാർ ടീച്ചർക്കാർക്ക് മാത്രമാണ് സെമിനാറിന് മാർക്ക് വരുന്നത്. PG ക്ലാസ് തുടങ്ങിയിട്ട് PGയില് വൈവ് അറ്റൻഡ് ചെയ്തവര് PG ക്ലാസ്സിൽ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, സെമിനാർ എടുക്കണം. ഓക്കെ, അപ്പൊ PG ക്ലാസ്സിൽ സെമിനാർ എടുക്കുമ്പോ ആ ടീച്ചറോട് ജസ്റ്റ് പറയാം, എന്റെ ഇപ്പൊ ഞാൻ തന്നെയാണ് വൈവ് എടുത്തിരിക്കുന്നത്, എന്റെ ക്ലാസ്സിൽ തന്നെയാണ് ഇപ്പൊ ഒരു കുട്ടി എന്താണ് സെമിനാർ അവതരിപ്പിച്ചേക്കെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ മാർക്ക് എൻ്റർ ചെയ്തോളൂ. അസീന PG ആണോ? ആരോടെ PG ഉള്ളത്? ഞാൻ PG ഞാൻ PG ആണ് മാം.
ഓക്കെ. അപ്പൊ ഇപ്പൊ അസീനയുടെ കേസ് എടുക്കാം. അസീന PG ആണ്. അസീന വൈവേ കഴിഞ്ഞു. അപ്പൊ അസീനയുടെ വൈവേ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? അസീന എന്റെ ക്ലാസ്സിൽ തന്നെയാണ് എന്ത് ചെയ്തത്? സെമിനാർ എടുത്തിരിക്കുന്നത്. സോ എന്താണ് ഞാൻ എന്റെ ഷീറ്റിൽ ഞാൻ മാർക്ക് നിങ്ങളുടെ എൻട്രി ചെയ്തു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ PGക്കാര് ഒരു സെമിനാറും കൂടി സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പൊ സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നമ്മൾ ആ സെമിനാറിനെ കുറിച്ചിട്ട് ഒന്ന് സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ നമ്മൾ സെമിനാർ എടുക്കുന്ന സമയത്തൊക്കെ ക്ലാസ്സുകളിലൊക്കെ എടുത്തിട്ടുള്ള സമയത്ത് ആ സെമിനാറിന്റെ പോർഷൻസ് ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത് സെമിനാർ റിപ്പോർട്ട് പോലെ എഴുതണം. സിമ്പിൾ ആയിട്ടായാലും മതി. ഓക്കെ, 1 or 2 പേജസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞോടാ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമോ ഇവർക്ക്? വൈവേക്കോ? ഓക്കെ, വൈവേക്ക് ഇപ്പൊ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒട്ടും റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓൺവേർഡ്സ് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ. ഇപ്പൊ ജസ്റ്റ് വാക്സിനേഷൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം. കുട്ടികളിൽ ഇപ്പൊ മൊബൈൽ ഫോണിന്റെ യൂസേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ കോമൺ ആയിട്ട് പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അത് ഓരോ ടീച്ചേഴ്സിനെ കുറിച്ച് മാറൂട്ടാം. ഓക്കെ, അപ്പൊ വൈവേയുടെ ഡേറ്റ് വരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫെബ്രുവരി ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ മാം ഉണ്ടാവുക? അതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. ചിലപ്പോ ഫെബ്രുവരി ഒരു ഹാഫ് ഒക്കെ ആകുമ്പോ ചിലപ്പോൾ തുടങ്ങായിരിക്കും. അതറിയില്ലടാ, അത് അവിടെ നിന്നാണ് ഇൻഫർമേഷനും കാര്യങ്ങളും വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ടീമാണ് അത് പറയുന്നത് കേട്ടോ. അവിടെ നിന്നായിരിക്കും നമുക്ക് വൈവയുടെ എക്സാം ഡേറ്റ് ഒക്കെ പറയുന്ന പോലെ തന്നെ അവിടെ നിന്നായിരിക്കും ഇൻഫർമേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നത് കേട്ടോ. നമുക്ക് അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. ഇനി എങ്ങാനും അവര് നേരത്തെ വൈവിട്ടാലും നമ്മളത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കണം. ഫെബ്രുവരി ലാസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്, കാരണം നോമ്പ് തുടങ്ങൂലേ. എനിക്കറിയില്ല, ഡൗട്ട് ഉണ്ട്. ചിലപ്പോ നേരത്തെ ആയിരിക്കും. അത് എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. അത് വൈകി ആകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഒരു 10 minutes or 15 minutes ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 15 minutesന്റെ കാര്യമുള്ളൂ. പറ്റുകയാണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും തോന്നുന്നു. നൈറ്റ് ചിലപ്പോ ആ ഒരു ടൈമിൽ വൈവേ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കുള്ളൂ കേട്ടോ. നോമ്പിന്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് നൈറ്റ് ചിലപ്പോ വൈവേ ഇടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വൈവേനെ കുറിച്ച്. ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? പേടിക്കൊന്നും വേണ്ട. വൈവേ നല്ല കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക, നല്ല കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യുക കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ഇനി എടുക്കാൻ പോകുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. The communication between the teacher and the students in the classroom for transforming information is called classroom communication. ക്ലാസ്റൂമിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ആ ഒരു ഫോമിനെയാണ് നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 3 രീതിയിൽ നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ സ്പീക്ക് ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് കംപ്ലീറ്റ് ആണ്. സെക്കൻഡ് ആണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. ഞാൻ ഇമേജസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ PDF പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇത് റീഡ് ചെയ്യുന്നില്ലേ ഇതിന്റെ ഒപ്പം തന്നെ ഇല്ലേ? അപ്പൊ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ചില സമയത്ത് ഞാൻ നോട്ട്സ് തരുമല്ലേ, നോട്ട്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് റൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട. പണ്ട് നമ്മളെ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യും, ടീച്ചർ പറഞ്ഞുതരും, റീഡ് ചെയ്യും, നമ്മളത് കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്യും നമ്മുടെ നോട്ട്ബുക്സിലേക്ക് അത് റൈറ്റ് ചെയ്യും. അപ്പൊ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ്. ടീച്ചറാണ് സാധാരണ ഇൻഫർമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പീക്ക് ചെയ്യുന്നത്, ഓർ ഗീവ് ഇൻഫർമേഷൻ
respecting the subject or manner or moral, and that students are listening to the teacher. ടീച്ചർ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും ടീച്ചർ ഇങ്ങനെ വാതോരാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികളെ എല്ലാവരും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യും. She should give her view in clear manner. ടീച്ചർക്ക് അറിയാവുന്ന കാര്യം ടീച്ചർ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. Here teacher is the speaker. ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ടീച്ചറാണ് സ്പീക്കർ എന്ന് പറയുന്നത്, സ്പീക്ക് ചെയ്യുന്ന വ്യക്തി. സ്റ്റുഡൻസ് എല്ലാവരും എങ്ങനെയാണ്? ലിസണേഴ്സ് ആണ്. The students are the listeners. അപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും എങ്ങനെയാണ്? ലിസണേഴ്സ് ആണ്. Speaking is one of the quickest and simplest and most direct way of communication. സ്പീക്കിംഗ് ആണ് ഏറ്റവും ക്വിക്കസ്റ്റും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറയണം. ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ച ആ മെസ്സേജിന് റിപ്ലൈ നോക്കി നിൽക്കുന്നതിലും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ജസ്റ്റ് ഡയൽ ചെയ്യുക, കോൾ ചെയ്ത് കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് നമ്മൾ മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജിന് റിപ്ലൈ തരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിട്ട് തോന്നാറുണ്ട്. സോ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ക്വിക്കസ്റ്റും simplest form ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. The ability to speak completely is a skill that can be learned. സംസാരിക്കാനുള്ള കഴിവ് അത് നമ്മൾ ലേൺ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ സ്വയം ലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ പൊതുവേദിയിലാവട്ടെ എവിടെയാവട്ടെ സംസാരിക്കുക എന്നുള്ളത്. നമ്മുടേതായ പോയിന്റ് ഓഫ് വ്യൂ എവിടെയായാലും നമ്മളത് പ്രകടിപ്പിക്കും. ഓക്കെ, ടുഡേസ് ടീച്ചേഴ്സ് സ്പെൻഡ് 85% of class time speaking. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ടൈമിന്റെ 85% ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്? സ്പീക്ക് ചെയ്യായിരിക്കും. അതില് ഒരു ചെറിയ സെക്കൻഡ്സ് ടീച്ചർ എന്ത് ചെയ്യും? സ്പീക്ക് ചെയ്യാണ്ട് വെള്ളം കുടിക്കാനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്യാമറ ഓഫ് ചെയ്തിട്ട് നിങ്ങളോട് റീഡ് ചെയ്യാൻ പറയും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. ഓക്കെ, അത് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് 85% അതെന്ത് ചെയ്യാണ്? സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അതേപോലെ തന്നെയാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ടൈമും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സ്പീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു പ്രോസസ്സ് അത്ര എളുപ്പമല്ല. കാരണം ഇപ്പൊ നമ്മുടെ മോണ്ടിസോറിയിലാണെങ്കിൽ 2-way കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. നമുക്ക് സംസാരിക്കാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാം, നിങ്ങളോട് കാര്യങ്ങൾ പറയാം, നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാം. അങ്ങനെ ഫുൾ ഫ്രീഡം നമ്മുടെ ക്ലാസ്സിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റു കോഴ്സുകൾ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് അറിയോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ കുറച്ച് കോഴ്സുകൾ ഉണ്ട് വേറെ. അപ്പൊ ആ കോഴ്സുകളെ സംബന്ധിച്ച് പറഞ്ഞാല് അവിടെ ടീച്ചർമാര് പറയും, ഞങ്ങൾ ചെന്നിരിക്കുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ റീഡ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ക്ലാസ് നമ്മൾ റെക്കോർഡ് ഓഫ് ചെയ്യുന്നവരെ ആ ടീച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. ഒന്ന് റീഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് റീഡ് ചെയ്തിട്ട് പറഞ്ഞു തരൂ എന്ന് കുട്ടികളോട് പറയാൻ പറ്റുന്നത്. ഓൺലി 1-way കമ്മ്യൂണിക്കേഷൻ ആണ്. എനിക്ക് ഇഷ്ടമല്ല 1-way കമ്മ്യൂണിക്കേഷൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2-way കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ലത്. നമ്മൾ നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്യിച്ച് കുട്ടികളെ കൊണ്ടുകൂടി പറയിപ്പിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് നല്ല ഈസി ആയിരിക്കും. ക്ലാസ് പോകാനായിട്ട് ഈസി ആയിരിക്കും. നമ്മളിപ്പോ ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്നുവെച്ചാൽ കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ആ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാനാണ് എടുത്തത്. നിനക്ക് ആണോ? നീഡ്സ് ഓർമ്മയുണ്ടോ? അബ്രഹാം മാസ്റ്ററുടെ വീട് ഓഫ് ഹയറാർക്കി. അശ്വതി മാം. ഓക്കെ, അപ്പൊ ചില ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ, ഞാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ അത് ഏകദേശം സെമിനാർസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ചില ചാപ്റ്റേഴ്സ് നമ്മൾ കുട്ടികളെയും കൂടി അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അല്ല അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ട് ചാപ്റ്റർ പോകും. ഓക്കെ, അപ്പൊ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ് ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വേ, ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 മെത്തേഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത് വലിയ ചാപ്റ്റർ ആണ്, കുറച്ച് പതുക്കെ മൂവ് ആവുള്ളൂ കേട്ടോ. മാം കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഗുഡ് മോർണിംഗ് ഇല്ലായിരുന്നേ മാം? ഓക്കേടാ, 1 മിനിറ്റ്. ഞാൻ ഒരു മിനിറ്റ്. ഗുഡ് മാനേഴ്സ് അല്ലേ? ഞാനിപ്പോ തന്നെ ഇട്ടില്ലെങ്കിൽ മറന്നു പോകും. ഗുഡ് മാനേഴ്സ് പിന്നെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ പറയില്ല. കാരണം എന്താ പറയാ,
ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഗുഡ് മാനേഴ്സിന്നുള്ളൂ കേട്ടോ. ഓക്കെ. യൂണിറ്റ് 8 ആയിരുന്നില്ലേ ഗുഡ് മാനേഴ്സ്? അതെ മാം. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോട്ടോ. Sign out. Thank you, ma'am, for today's class. It was very informative and helpful. With gratitude to everyone, I am signing up now. See you all in the next class. Thank you, everyone. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.